വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നുണ്ടായ അപകടത്തിൽ ടൂറിസം ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്നലെ റിപ്പോർട്ട് തേടിയിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. അടൂർ പ്രകാശ് MP ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുകയാണ്. ഹരികൃഷ്ണൻ വർക്കലയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്ന് അധികൃതർ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേണു, ഇതുവരെയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഈ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായ ഒരു വലിയ പ്രൊജക്ട് ആയിരുന്നു. അത് ഇന്നലെ തകർന്നു വീഴുന്ന ഒരു അവസ്ഥ. അത് 15 പേരോളം ഇത്തരത്തിൽ അപകടമുണ്ടായി. ഏതായാലും സംഭവ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ കൂടൊപ്പം അടൂർ പ്രകാശ് MP നിലവിലുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം 24-നോടൊപ്പം ചേരുകയാണ്. അത് ഇന്നലെ വലിയൊരു അപകടം, അതായത് ടൂറിസം വകുപ്പിന്റെ വലിയൊരു പദ്ധതിയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ഏതാണ്ട് 15-ലധികം ആളുകൾ പെട്ടിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇന്നലത്തെ പരിപാടി അനുസരിച്ച് ഒരുപാട് ഇടങ്ങളിൽ ഞാൻ ഓടി എത്തേണ്ടതായി ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ എത്തുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞത്. എത്തുന്നു എന്ന് പറയുമ്പോൾ വെറുതെ പോയല്ല, പല ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയതാണ്. ആളുകൾ അവിടെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇന്നലെ രാത്രി വളരെ വൈകി മാത്രമാണ് അതൊക്കെ തീർക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കി. ഇത് എത്ര പണം ചെലവഴിച്ചു? ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് പണം ചെലവഴിച്ചത് എന്നാണ് പുറത്ത് പറയുന്നത്. ആ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത് പണം ചെലവഴിച്ചുകൊണ്ട് നിറവേറ്റിയിരിക്കുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോ ഒരു സ്വകാര്യ ഏജൻസിയാണ് ഇതിപ്പോ നടപ്പാക്കുന്നത്. ഈ സ്വകാര്യ ഏജൻസിയെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണോ? ഇപ്പോ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പണം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തെ ജനങ്ങളുടെ പണമാണ്, അല്ലാതെ ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പണമല്ല. ഇനി മന്ത്രി ടൂറിസം ഡയറക്ടറിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ സുരക്ഷാ കാരണങ്ങൾ അടക്കമുള്ള കാര്യത്തിൽ ഈ തീരദേശ വകുപ്പിന്റെ പരിപാലന ചട്ടം പാലിച്ചോ അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വിശദീകരണം തേടിയിട്ടുമുണ്ട്. ഈ അടിമലത്തുറയിലാണ് ആദ്യം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീടാണ് ഇങ്ങോട്ട് മാറ്റിയത്. അത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് അവിടെ അത് വരാതിരുന്നത്. അല്ല, ഞാൻ അത്തരം കാര്യങ്ങളിലേക്കാണ് കടന്നു വരുന്നത്. കാരണം ഇതുപോലെ പണം ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തണം. ഇത് കടലിനകത്തേക്കാണ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഇത് വിഷ്വൽസ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കാണാൻ കഴിയുന്നത് എത്രമാത്രം ശക്തമായ തിരയാണ് അടിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ശാസ്ത്രീയമായ പഠനം നടത്തി ഇത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കണം. അതല്ലാതെ മന്ത്രി അവിടെ നിന്ന് മുട്ട വെച്ചെഴുതി ഒപ്പിട്ട് കൊടുത്ത് ഇതങ്ങ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ ഇത് സ്ഥാപനം കൊണ്ടുവന്നു, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പണം ചെലവഴിച്ച് ചെയ്യുന്നതാണ് എങ്കിൽ അതിനകത്ത് ഈ നിയോജകമണ്ഡലത്തിലെ MP എന്നുള്ള നിലയിൽ എന്നെയും വിളിക്കേണ്ടതാണ്. എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പത്രങ്ങളിലൂടെ മാത്രമാണ് ഈ രണ്ടുപേര് ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നത്. അതായത് ടൂറിസം വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തോടൊപ്പം MLAയും മറ്റും ഇങ്ങനെ നടന്ന് ഇതിലെ അങ്ങോട്ട് പോകുന്നതാണ് ഞാൻ പത്രങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞത്. അത് പോട്ടെ, എനിക്കതിൽ ആക്ഷേപമൊന്നുമില്ല. പക്ഷേ ശാസ്ത്രീയമായ പഠനം നടത്തണം. അത് പഠനം നടത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിൽ ഇതുവരെ അപകടം ഉണ്ടായി, അവിടുന്നെല്ലാം പറക്കി കെട്ടിപ്പോന്നു. അപ്പൊ ഒരു അപകടം ഒരിടത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോ ഇതിപ്പോ പെട്ടെന്ന് കൊണ്ട് സ്ഥാപിച്ച് ഉദ്ഘാടനം നടത്തി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുതുവർഷത്തിന്റെ സമ്മാനമായി മന്ത്രിയും MLAയും കൂടി കൊടുത്തതാണ്. ഈ പുതുവർഷത്തിന്റെ സമ്മാനമായി മന്ത്രി MLAയും കൂടി കൊടുക്കുമ്പോൾ ജനങ്ങളുടെ ജീവനും അപകടം ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഇവിടെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നാട്ടുകാരൊന്നുമല്ല. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ അഴിമതി നടന്നു? ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം. അത് ജുഡീഷ്യൽ അന്വേഷണം നടക്കണമെന്ന് പറയുമ്പോൾ ഇത് ശാസ്ത്രീയമായി പഠനം നടത്തിയിരുന്നു. പണം എത്ര ചെലവഴിച്ചു, ആ പണം ചെലവഴിച്ചതിന്റെ അനുസരിച്ച് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതാരാണ് ഇപ്പൊ ഇത് നടത്തുന്നത്,
ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, ജനങ്ങൾ അറിയട്ടെ, സുതാര്യത. അതാണ് MP പറയുന്നത്. അതായത് ഈ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് സുരക്ഷാ കാരണങ്ങൾ, അതായത് ഈ തുടങ്ങിയ സമയത്ത്, ആരംഭിച്ച സമയത്ത് തന്നെ സുരക്ഷാ കാരണങ്ങൾ ധാരാളം ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. അതൊക്കെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ടൂറിസം മന്ത്രി തന്നെ നമുക്ക് ഉറപ്പ് നൽകിയതാണ്. ഇത്തരത്തിൽ എല്ലാം സുരക്ഷയും പാലിച്ചുകൊണ്ടാണ്, തീരദേശ പരിപാലന ചട്ടം അടക്കം പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഈ വേലിയേറ്റ സമയമാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരമാലയാണ് അടിക്കുന്നത്. ഇന്നലെ ഇതുപോലൊരു സമയത്ത്, ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഒരു അപകടം ഇവിടെ ഉണ്ടായത്. ഇതിൽ 15 പേരോളം കടലിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. അതിൽ ഒരാൾ അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വേണു, ഹരികൃഷ്ണനാണ് വർക്കലയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.